ഓൺലൈൻ ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ബോട്ടണി സെക്കൻഡ് ചാപ്റ്ററായ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിരുന്നു നോക്കിയിരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് പോളിനേഷൻ എന്ന് പഠിക്കാം. പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ. പോളിനേഷൻ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിനിൻ്റെ ട്രാൻസ്ഫർ ആണ്. ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് പോളിനേഷൻ. Both type of gametes are non-motile in pollination. ഇത് പോളിനേഷൻ്റെ ഒരു പിക്ചറാണ്. ഇവിടെ ഒരു പ്ലാന്റിലുള്ള പോളൻ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒരു പോളിനേറ്റർ വഴി പോളിനേഷൻ ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ പോളിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോളിനേറ്റർ വഴി പോളൻ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇപ്പോൾ ഇത് ഇൻസെക്റ്റ് വഴിയാണ് ട്രാൻസ്ഫർ പറഞ്ഞിരിക്കുന്നത്. ഈ പോളിനേറ്റർ വഴി പോളൻ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് പോളിനേഷൻ. ദെൻ ഇത് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ ആണ്. നമുക്ക് വേരിയസ് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ പ്രസൻ്റ് ആണ്. അതിൽ നോക്കാം. പോളിനേഷൻ ഇസ് മെയിൻലി ഓഫ് 2 ടൈപ്സ്, സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ്റെ എക്സാമ്പിളാണ് ഓട്ടോഗമി. ക്രോസ് പോളിനേഷന് ഒരു എക്സാമ്പിളാണ് സീനോഗമി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിനു മുൻപായിട്ട് ഈ ക്രോസ് പോളിനേഷൻ നടത്തണമെങ്കിൽ കുറച്ച് പോളിനേറ്റിംഗ് ഏജൻസിനെ ആവശ്യമാണ്. ബിക്കോസ് സെൽഫ് പോളിനേഷൻ നടക്കുന്നത് സെയിം ഫ്ലവറിനകത്താണ്, ബട്ട് ക്രോസ് പോളിനേഷൻ നടക്കുന്നത് 2 ഡിഫറെൻറ്റ് ഫ്ലവറിലാണ്. ഈ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലെ ഒരു ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻ മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് ഏജൻസിൻ്റെ ആവശ്യമുണ്ട്. അതിനെയാണ് പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. അത് 2 ടൈപ്സ് ആണ്. എബയോട്ടിക് ഏജൻസ് ഉണ്ട്, ബയോട്ടിക് ഏജൻസും ഉണ്ട്. എബയോട്ടിക് ഏജൻസും രണ്ട് ടൈപ്പ് ഉണ്ട്, അനിമോഫിലി ആൻഡ് ഹൈഡ്രോഫിലി. അനിമോഫിലി എന്ന് പറയുന്നത് വിൻഡ് ആ പോളിനേഷനെ നടത്തുന്നുവെങ്കിൽ അതിനെ അനിമോഫിലി എന്നും, വാട്ടർ വഴിയാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ ഹൈഡ്രോഫിലി എന്നും പറയാം. ഇനിയുള്ളത് ബയോട്ടിക് ഏജൻ്റ് ആണ്. ബയോട്ടിക് ഏജൻസിൽ ഒരുപാട് ടൈപ്പ് നമുക്ക് നോക്കാം. ഒരുപാട് ഓർഗാനിസംസ് ഈ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ബീറ്റിൽസ് വഴി പോളിനേഷൻ നടക്കുന്നെങ്കിൽ അതിനെ കാന്തറോഫിലി എന്ന് പറയുന്നു. ദെൻ മോത്ത്സ് വഴി ഫെലനോഫിലി, ബീസ് വഴിയാണെങ്കിൽ മെലിറ്റോഫിലി, ബട്ടർഫ്ലൈസ് സൈക്കോഫിലി, സ്നെയിൽസ് മാലക്കോഫിലി, ബേർഡ്സ് ഓർണിത്തോഫിലി, ബാറ്റ്സ് കിറോപ്റ്റിറോഫിലി, ദെൻ ആൻഡ്സ് മെർമെക്കോഫിലി. ഇത്രയുമാണ് ബയോട്ടിക് ഏജൻസ്. ഇത്രയല്ല, ഇനിയും ഉണ്ട്. ഇനി നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ മറ്റ് വെർട്ടിബ്രേറ്റ്സ് വഴി നടക്കുന്നതിന് സൂഫിലി എന്നും കോമൺ ആയിട്ട് പറയാറുണ്ട്. സോ ഇതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് വൺ ഇസ് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ. അതിൻ്റെ ഫസ്റ്റ് വൺ ആണ് ഓട്ടോഗമി. ഓട്ടോഗമി ഈസ് ദ പോളിനേഷൻ ഇസ് അച്ചീവ്ഡ് വിത്തിൻ ദ സെയിം ഫ്ലവർ. ഓട്ടോഗമി എന്ന് പറയുന്നത് സെയിം ഫ്ലവറിനകത്ത് നടക്കുന്ന പോളിനേഷൻ ആണ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. സെയിം ഫ്ലവറിൻ്റെ അകത്ത് തന്നെ ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓട്ടോഗമി. ഇൻ ഓപ്പൺ ആൻഡ് എക്സ്പോസ്ഡ് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ഓട്ടോഗമി ഈസ് റെയർ. ഓപ്പണും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്തേഴ്സും സ്റ്റിഗ്മയുമുള്ള ഫ്ലവേഴ്സിൽ ഓട്ടോഗമി റെയർ ആണ്. ബിക്കോസ് അവിടെ ക്രോസ് പോളിനേഷൻ നടക്കാനാണ് കൂടുതൽ സാധ്യത. വെൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ അവിടുന്ന് പോളൻ ഗ്രെയിൻസ് ഏതെങ്കിലും പോളിനേറ്റിംഗ് ഏജൻസ് വഴി മറ്റ് ഫ്ലവേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. The anthers and stigma should lie close together so that its self-pollination can occur. ഇവിടെ ഓട്ടോഗമിക്കകത്ത് ആന്തേഴ്സും സ്റ്റിഗ്മയും അടുത്തടുത്ത് പ്രസൻ്റ് ആയിരുന്നാൽ മാത്രമേ പോളിനേഷൻ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് കൂടത്തുള്ളൂ. ദെൻ സം പ്ലാന്റ്സ് സച്ച് എസ് വയോള, ഓക്സാലിസ് ആൻഡ് കൊമലീന പ്രൊഡ്യൂസ് 2 type of flowers, ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. ഇനി കുറച്ച് പ്ലാന്റ്സിൽ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ വയോള, ഓക്സാലിസ്, കൊമലീന എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിൽ 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. Chasmogamous flowers, these open at maturity and expose their stigma and stamen. They may be cross-pollinated or self-pollinated.
ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി എത്തുമ്പോൾ അത് ഓപ്പൺ ചെയ്യുകയും അതിൽ വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻസും സ്റ്റിഗ്മയും പ്രസൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്. നമ്മൾ കോമൺലി കാണുന്ന ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ദെൻ ദേ മേ ബി ക്രോസ് പോളിനേറ്റഡ്. അത് കൂടുതലും ക്രോസ് പോളിനേഷനാണ് നടക്കുന്നത്, ബട്ട് സെൽഫ് പോളിനേഷന് നടക്കാറുണ്ട്. Then second one is cleistogamous flowers. These are bisexual flowers which do not open at all even in maturity, self-pollinated only. ഇവിടെ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ ഇത് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. ഇത് ഓപ്പൺ ചെയ്യാറില്ല. 2 സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒരു ഫ്ലവറിൻ്റെ അകത്ത് തന്നെ പ്രസൻ്റ് ആയിട്ടുള്ളതാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഇവിടെ വിച്ച് ഡു നോട്ട് ഓപ്പൺ ഇറ്റ് ഓൾ ഇവൻ ഇൻ മെച്യൂരിറ്റി. ഇത് മെച്യൂരിറ്റി എത്തിയാലും ഓപ്പൺ ചെയ്യാറില്ല. സെൽഫ് പോളിനേഷൻ നടക്കുന്നു. സെൽഫ് പോളിനേറ്റഡ് ഓൺലി. Then in cleistogamous flowers the anthers and stigma lie close to each other. ഇത് ബൈസെക്ഷൽ ഫ്ലവർ ആയത് കൊണ്ട് തന്നെ അതിനകത്ത് ഒരേ ഫ്ലവറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആൻഡ്രീഷ്യവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഗൈനീഷ്യവും പ്രസൻ്റ് ആണ്. സോ അവിടുത്തെ ആന്തേഴ്സും സ്റ്റിഗ്മയും അടുത്തടുത്തായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. വെൻ ദ anthers dehisce in the flower buds, pollen grains come in contact with the stigma to effect pollination. ഇവിടെ ആന്തേഴ്സ് ഡെഹിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പോളൻ ഗ്രെയിൻസ് എങ്ങനെ അതേ സെയിം ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ തന്നെ വീഴുകയും അവിടെ പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നു. ദേ പ്രൊഡ്യൂസ് assured seed set even in the absence of pollinators. ഇവിടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സിൽ അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിൽ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് അഷ്യൂർഡ് സീഡ് സെറ്റ് ഉണ്ടാവും. പോളിനേറ്റേഴ്സിൻ്റെ ആബ്സെൻസിലും അവിടെ പോളിനേഷൻ നടക്കും. ബിക്കോസ് അത് സെൽഫ് പോളിനേഷൻ ആണ്. സെൽഫ് പോളിനേഷൻ നടക്കുന്നു. ദെൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സീഡ് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഒരു ഓട്ടോഗമി നടക്കുന്ന പ്ലാന്റ്. ഇവിടെ 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ വെൽ എക്സ്പോസ്ഡ് ഓപ്പൺ ആൻഡ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആൻഡ് സ്റ്റിഗ്മയുള്ള ചാസ്മോഗാമസ് ഫ്ലവേഴ്സും ആൻഡ് ഓൾസോ ദ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഒരു ബഡ് ടൈപ്പാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം, ഒരു ബഡ് ടൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഓപ്പൺ ചെയ്യാത്ത ഈ ഫ്ലവേഴ്സിനകത്താണ് സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി നടക്കുന്നത്. ഓക്കെ. Next one is deuterogamy, the transfer of pollen grains from the anther to the stigma of another flower of the same plant. deuterogamy നടക്കുന്നത് ഒരു സെയിം പ്ലാന്റിലുള്ള 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലാണ് പോളിനേഷൻ നടക്കുന്നത്. ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിലെ മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ജെയ്റ്റിനോഗമി. പോളിനേഷൻ ബൈ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. അപ്പോൾ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലോട്ട് പോളിനേഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു പോളിനേഷൻ ഏജൻറ്റ്സ് പ്രസൻ്റ് ആയിരിക്കണം. ജെനറ്റിക്കലി ഇറ്റ് ഈസ് സിമിലർ ടു ഓട്ടോഗമി സിൻസ് ദ പോളൻ ഗ്രെയിൻസ് കം ഫ്രം ദ സെയിം പ്ലാന്റ്. ജെനറ്റിക്കലി ഇതെങ്ങനെയായിരിക്കണം? എങ്ങനെയാണ്? ഓട്ടോഗമിക്ക് സിമിലർ ആണ്. ബിക്കോസ് ഇവിടെ പോളൻ ഗ്രെയിൻസ് സെയിം ഫ്ലവറിൽ നിന്ന് സെയിം പ്ലാന്റിലെ പോളൻ ഗ്രെയിൻസ് തന്നെയാണ് അതേ പ്ലാന്റിലെ മറ്റൊരു ഫ്ലവറിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് ജെനറ്റിക്കലി ഓട്ടോഗമി ഈസ് സിമിലർ ടു ജെയ്റ്റിനോഗമി. ബട്ട് ഓട്ടോഗമിയിൽ സെൽഫ് പോളിനേഷനും ഇവിടെ ജെയ്റ്റിനോഗമിയിൽ ക്രോസ് പോളിനേഷനുമാണ് നടക്കുന്നത്. ദെൻ തേർഡ് വൺ ഇസ് സീനോഗമി, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തേഴ്സ് ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്. 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സിലാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സീനോഗമി. ക്രോസ് പോളിനേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് ബ്രിങ്സ് ജെനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ. ജെനറ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബിക്കോസ് ഒരു ടൈപ്പിലുള്ള പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് വേറൊരു പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിലോട്ടാണ് വീഴുന്നത്. സോ അവിടെ ഒരു ക്രോസ് പോളിനേഷൻ നടക്കുന്നു ആൻഡ് ജെനറ്റിക്കലി ഇറ്റ് ഈസ് വേരിയബിൾ. ദെൻ ഈ 3 ഓട്ടോഗമി, ജെയ്റ്റിനോഗമി ആൻഡ് സീനോഗമി എന്ന പോളിനേഷനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത് ബേസ്ഡ് അപ്പോൺ ദ സോഴ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ്. എവിടെ നിന്നാണ് നമുക്ക് പോളൻ ഗ്രെയിൻസ് വരുന്നതെന്ന് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 ടൈപ്പായിട്ട് പോളിനേഷനെ തരംതിരിച്ചിട്ടുള്ളത്: ഓട്ടോഗമി, ജെയ്റ്റിനോഗമി ആൻഡ് സീനോഗമി. ഓട്ടോഗമി ഫ്രം ദ ഇൻ ദ സെയിം ഫ്ലവർ, ജെയ്റ്റിനോഗമി same flower, different flower in the same plant, xenogamy in different plants.
ഇതാണ് പോളിനേഷൻ ഓഫ് പ്ലാന്റ്സ്. ഫസ്റ്റ് പിക്ചർ ഇസ് ക്രോസ് പോളിനേഷൻ. 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ നടക്കുന്ന ക്രോസ് പോളിനേഷൻ. ഫസ്റ്റ് വൺ ഇസ് സെൽഫ് പോളിനേഷൻ. നിങ്ങൾ ഈ പിക്ചർ മുൻപുള്ള വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ. പ്ലാന്റ്സ് യൂസ് 2 types of agents for pollination. മുൻപത്തെ ഫ്ലോ ചാർട്ടിൽ കണ്ടു. നമുക്ക് പോളിനേഷൻ നടത്തണമെങ്കിൽ, ക്രോസ് പോളിനേഷൻ നടത്തണമെങ്കിൽ അവിടെ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് പ്രസൻ്റ് ആയിരിക്കണം. പോളിനേഷൻ നടത്തുന്ന ഓർഗാനിസം അല്ലെങ്കിൽ നടത്തുന്ന ഏജൻസിനെയാണ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ് യൂസ് 2 type of agents, abiotic agents and biotic agents. Abiotic agents wind and water, biotic agents animals. Majority of plants use biotic agents. കൂടുതലും പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് ബയോട്ടിക് ഏജൻറ്റ്സ് തന്നെയാണ്. ഫ്യൂ ആർ യൂസ് അബയോട്ടിക് ഏജൻറ്റ്സ്. ഇനി ചിലത് എങ്ങനെ വിൻഡോ വാട്ടറോ വഴി പോളിനേറ്റ് ചെയ്യുന്നതൊക്കെ അബയോട്ടിക് ഏജൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. First one is anemophily. Pollination by wind is called anemophily. First one is anemophily ആണ്. വിൻഡ് വഴി പോളിനേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് anemophily. Pollen grains are light and non-sticky so that they can be transported in wind currents. ഈ anemophily നടത്തുന്ന പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് എങ്ങനെയായിരിക്കും? ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും, നോൺ സ്റ്റിക്കി, ഒട്ടിപ്പിടിച്ചതായിരിക്കത്തില്ല. സോ ദാറ്റ് ദേ ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ഇൻ വിൻഡ് കറൻറ്റ്സ്. കാറ്റിൽ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഫ്ലവേഴ്സ് വിത്ത് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻസ് ആൻഡ് ലാർജ് ഓഫൻ ഫെതറി സ്റ്റിഗ്മ. ഇവിടെ ഒരു വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമൻസ് ആയിരിക്കും. ബിക്കോസ് ഇതിൻ്റെ പോളൻ ഗ്രെയിൻസ് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കുന്ന സ്റ്റേമൻസ് ആയിരിക്കും. പിന്നെ ഫെതറി സ്റ്റിഗ്മ ആയിരിക്കും. കാറ്റത്ത് ഇങ്ങനെ വിൻഡിൽ ഫെദർ പോലെ നിൽക്കാൻ കഴിയുന്ന സ്റ്റിഗ്മ ആയിരിക്കും. പെട്ടെന്ന് തന്നെ പോളൻ ഗ്രെയിൻസിനെ മറ്റ് സ്ഥലത്തു നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസിനെ എക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഫെദറി സ്റ്റിഗ്മാസ് ഇതിൽ പ്രസൻ്റ് ആയിരിക്കും. ദെൻ വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഓഫൻ ഹാവ് എ സിംഗിൾ ഒവ്യൂൾ ഇൻ ഈച്ച് ഓവറി ആൻഡ് ന്യൂമറസ് ഫ്ലവേഴ്സ് ഇൻ ആൻ ഇൻഫ്ലോറസൻസ്. വിൻ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൽ ഒരു ഓവറിക്കകത്ത് സിംഗിൾ ഒവ്യൂളേ പ്രസൻ്റ് ആയിരിക്കുള്ളൂ. ബട്ട് ഒരു ഇൻഫ്ലോറസെൻസിനകത്ത് തന്നെ ന്യൂമറസ് ഫ്ലവേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ ഇൻ കോൺ കോബ്. നമ്മൾ കോണ് മെയ്സിൻ്റെ കോണിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വിൻഡ് പോളിനേഷൻ ഈസ് കോമൺ ഇൻ ഗ്രാസസ്. ഗ്രാസസിലാണ് വിൻഡ് പോളിനേഷൻ കോമൺ. ബിക്കോസ് അതിലാണ് ഈ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇതാണ് കോണിൽ നടക്കുന്നത്. കോൺ മീൻസ് മെയ്സ്, ചോളം. അതിൽ നടക്കുന്ന വിൻഡ് പോളിനേഷൻ അനിമോഫിലിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫെദറി ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇതാണ് ഫെദറി ആയിട്ടുള്ള ഈ സ്റ്റിഗ്മ. ഈ സ്റ്റിഗ്മ എന്ത് ചെയ്യും? ഇവിടെ ഏറ്റവും മുകളിലായിട്ട് വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമൻസ് നമുക്ക് കാണാം. മെയിൽ ഫ്ലവേഴ്സാണ് ഇത്. ഇതിന് ടാസൽ എന്നാണ് ഫുള്ളായിട്ടുള്ള ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ടാസൽസ്. ഈ ടാസൽസിൽ എന്ത് പ്രസൻ്റ് ആണ്? മെയിൽ ഫ്ലവേഴ്സ് പ്രസൻ്റ് ആണ്. ഈ മെയിൽ ഫ്ലവേഴ്സിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമൻസും കാണുന്നു. ഈ സ്റ്റേമൻസ് അറ്റ് മെച്യൂരിറ്റി അറ്റ് ഡെഹിസ് ആൻഡ് റിലീസ് ദ പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് വിൻഡ് വഴി എവിടെ എത്തുന്നു? മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലെത്തുന്നു. ഈ സ്റ്റിഗ്മ ഫെദറി ആണ്. ഇതാണ് അതിൻ്റെ സ്റ്റിഗ്മ. ഈ ഫെദറി സ്റ്റിഗ്മാസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. ഇത് സെയിം പ്ലാന്റിൽ അവർ ജസ്റ്റ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഇത് ഒരു പ്ലാന്റിലുള്ള പോളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിലോട്ടാണ് വീഴുന്നത്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പോളൻ ഗ്രെയിൻസ് ഓഫ് അനദർ പ്ലാന്റ്. Then hydrophily. Pollination by water is known as hydrophily. This is very rare and is limited to about 30 genera, mostly monocotyledons. ഇത് വളരെ റെയർ ആയിട്ടാണ് നടക്കുന്നത്. ഒരു 30 ജനറലിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. മോസ്റ്റ്ലി മോണോകോട്ടിലിഡൻസിൻ്റെ ഒരു 30 ജനറലിലാണ്
ജനീറയിലാണ് ഇത് മെയിനായിട്ട് നടക്കുന്നത്. എക്സാമ്പിൾ വാലിസ്നേറിയ, ഹൈഡ്രില്ല, സോസ്റ്റീറ എന്ന് പറയുന്ന പ്ലാന്റ്സിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. വാലിസ്നേറിയയും ഹൈഡ്രില്ലയും ഫ്രഷ് വാട്ടറിൽ വളരുന്ന 2 അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. സോസ്റ്റീറ എന്ന് പറയുന്നത് മറൈൻ ഗ്രാസ്, അതായത് കടലിൽ വളരുന്ന ഒരു സീ ഗ്രാസ് ആണിത്. നോട്ട് ഓൾ അക്വാറ്റിക് പ്ലാന്റ്സ് ആർ യൂസ് ഹൈഡ്രോഫിലി. ഇനി എല്ലാ അക്വാറ്റിക് പ്ലാന്റ്സും ഹൈഡ്രോഫിലി അല്ല, വാട്ടറിൽ ജീവിക്കുന്നു എന്ന് കരുതി എല്ലാ അക്വാറ്റിക് പ്ലാന്റ്സും ഹൈഡ്രോഫിലസ് അല്ല. In Vallisneria, the female flower reach the surface of water by the long stalk and the male flower or pollen grains released onto the surface of the water. വാലിസ്നേരിയയിൽ വളരെ നീളമുള്ള സ്റ്റെമ്മാണ്. സ്റ്റെം മീൻസ് ഫ്ലവറിൻ്റെ സ്റ്റെമ്മ് വളരെ നീളമുള്ളതാണ്. അങ്ങനെ അത് എവിടെ എത്തുന്നു? ലോങ് സ്റ്റോക്ക് വഴി വാട്ടറിൻ്റെ മേളിൽ ഫീമെയിൽ ഫ്ലവർ എത്തുകയും ഈ മെയിൽ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഈ മെയിൽ ഫ്ലവേഴ്സിലെ പോളൻ ഗ്രെയിൻസിനെ വാട്ടറിൻ്റെ സർഫസിലോട്ട് റിലീസ് ചെയ്യുന്നു. ഇത് വാട്ടർ കറൻറ്റ്സ് ക്യാരി ചെയ്ത് ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ എത്തിക്കുന്നു. ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് വാട്ടറിൻ്റെ സർഫസിലാണ് കാണുന്നത് വിത്ത് ദ ലോങ് സ്റ്റോക്ക് ഉള്ളത് കാരണം വാട്ടറിനടിയിൽ വളർന്നാലും ഇതിന് മുകളിലോട്ട് ലോങ് സ്റ്റോക്ക് വഴി വാട്ടറിൻ്റെ സർഫസിൽ ഈ 2 ഫ്ലവേഴ്സും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ മെയിൽ ഫ്ലവേഴ്സ് പോളൻ ഗ്രെയിൻസിനെ ഈ വാട്ടറിൻ്റെ സർഫസിലോട്ട് റിലീസ് ചെയ്യുന്നു. ഈ പോളൻ ഗ്രെയിൻസ് വാട്ടർ കറൻറ്റ്സ് വഴി മൂവ് ചെയ്ത് അടുത്തുള്ള ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ട് പോയി പോളിനേഷൻ നടത്തുന്നു. ഇനി ഈ അക്വാട്ടിക് പ്ലാന്റ്സ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി, ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സ് എമേർജ് അബവ് ദ ലെവൽ ഓഫ് വാട്ടർ ആൻഡ് ആർ പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ് ഓർ വിൻഡ് ആസ് ഇൻ മോസ്റ്റ് ഓഫ് ദ ലാൻഡ് പ്ലാന്റ്സ്. എല്ലാ പ്ലാന്റ്സും ഹൈഡ്രോഫിലിക് അല്ല എന്ന് പറഞ്ഞതിന് എക്സാമ്പിളാണ് വാട്ടർ ഹയാസിന്ത് ആൻഡ് വാട്ടർ ലില്ലി. അതിലൊക്കെ എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഈ വാട്ടറിന് മുകളിലാണ് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുമ്പോൾ അത് വിൻഡ് വഴിയോ മറ്റെന്തെങ്കിലും പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് വഴിയോ ആണ് അത് പോളിനേഷൻ നടത്തുന്നത്, അല്ലാണ്ട് ഹൈഡ്രോഫിലി അല്ല അവിടെ നടക്കുന്നത്. ദെൻ ഇൻ സീ ഗ്രാസ് ദ ഫ്ലവേഴ്സ് റിമെയിൻ സബ്മേർജ്ഡ്. ഇനി സീ ഗ്രാസിനകത്ത് മുൻപ് പറഞ്ഞ സോസ്റ്റീറ, സീ ഗ്രാസിനകത്ത് ഇവിടെ ഫ്ലവേഴ്സ് സബ്മേർജ്ഡ് ആയിട്ടാണ്, അതായത് വെള്ളത്തിനടിയിലാണ് കാണപ്പെടുന്നത്, വാട്ടറിന് അടിയിൽ. ഇവിടെ pollen grains are long ribbon-like in such species and carried passively inside the water. ഇതിലുള്ള pollen grains എന്ന് പറയുന്നത് ലോങ് ആയിരിക്കും, റിബൺ ഷേപ്ഡ് ആയിരിക്കും. സോ റിബൺ ഷേപ്ഡ് ആയത് കാരണം വാട്ടറിൻ്റെ ഇൻസൈഡ് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാനും അത് ഫീമെയിൽ ഫ്ലവേഴ്സിൽ എത്താനും സാധിക്കുന്നു. pollen grains are protected from wetting by mucilaginous covering. ഇനി ഈ ഹൈഡ്രോഫിലി ആയിട്ടുള്ള പ്ലാന്റ്സിൽ, ഹൈഡ്രോഫിലി വഴി പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സിന് പോളൻ ഗ്രെയിൻസിൻ്റെ പുറത്തൊരു മ്യൂസിലേജീനസ് കവറിങ് കാണും. ബിക്കോസ് അത് നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വാട്ടറിൻ്റെ പുറമേയുള്ള ഈ വാട്ടറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മ്യൂസിലേജീനസ് കവറിങ് പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ഈ പിക്ചർ പോളിനേഷൻ ബൈ വാട്ടർ ഇൻ വാലിസ്നേറിയയാണ്. വാലിസ്നേറിയയുടെ ഫീമെയിൽ ഫ്ലവറാണിത്. മെയിൽ ഫ്ലവർ, ഇത് ഫീമെയിൽ പ്ലാന്റിൻ്റെ ഫീമെയിൽ ഫ്ലവറാണ് ഇവിടെ കാണുന്നത്. ഈ ഫീമെയിൽ ഫ്ലവറിന് അടുത്തോട്ട് ഇതിനെ എൻലാർജ് ചെയ്തേക്കുന്ന പോർഷനാണ്, ഈ ഫീമെയിൽ ഫ്ലവറിനെ ഇത്രയും പോർഷൻ എൻലാർജ് ചെയ്ത പോർഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഫീമെയിൽ ഫ്ലവറിൽ എവിടെ മെയിൽ പ്ലാന്റ് റിലീസ് ചെയ്ത് മെയിൽ ഫ്ലവർ വന്നിട്ടുണ്ട്. ഈ മെയിൽ ഫ്ലവർ എന്ത് ചെയ്യുന്നു? ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെയാണ് അവിടെ ഹൈഡ്രോഫിലി നടക്കുന്നത്. ദെൻ പോളിനേഷൻ ബൈ ബയോട്ടിക് ഏജൻറ്റ്സ്. അപ്പോൾ അബയോട്ടിക് ഏജൻറ്റ്സ് ആയ അനിമോഫിലി ആൻഡ് ഹൈഡ്രോഫിലി കഴിഞ്ഞു. അടുത്ത പോളിനേഷൻ ബൈ ബയോട്ടിക് ഏജൻറ്റ്സ്. മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് യൂസ് എ റേഞ്ച് ഓഫ് ആനിമൽസ് ആസ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. മെജോറിറ്റി ആയിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സും എങ്ങനെയാണ് പോളിനേഷൻ നടത്തുന്നത്? ആനിമൽസ് വഴി തന്നെയാണ്. ബീസ്, ബട്ടർഫ്ലൈസ്, ആൻഡ്സ്, മോത്ത്സ്, ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ദ കോമൺ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. കോമൺ ആയിട്ടുള്ള പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത് ബീസ്, നമ്മൾ മുൻപത്തെ ഒരു ഫ്ലോറൽ ഡയഗ്രാമിൽ പഠിച്ചതാണ്. ബീസ്, ബട്ടർഫ്ലൈസ്, ആൻഡ്സ്, മോത്ത്, ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ദ കോമൺ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. അതിനൊക്കെ ഓരോ പേരും പറയും അതിന്.
Then majority of insect pollinated flowers are large, colorful, fragrant and rich in nectar. ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്നത്, ഇനി ഈ ആനിമൽസ് വഴി പോളിനേറ്റ് ചെയ്യുന്ന എല്ലാ ഫ്ലവേഴ്സും, മെജോറിറ്റി ഫ്ലവേഴ്സും ഓരോ ക്യാരക്ടേഴ്സ് അഡാപ്റ്റ് ചെയ്തിരിക്കും. അതായത് ഇൻസെക്ട്സിനെ ഈ ഫ്ലവറിലോട്ട് അട്രാക്റ്റ് ചെയ്യാനും അവിടെ പോളിനേഷൻ പെട്ടെന്ന് തന്നെ നടത്താനും വേണ്ടിയിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ്, കുറച്ച് അഡാപ്റ്റേഷൻസ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ ലാർജ്, വലുതായിരിക്കും, കളർഫുൾ ആയിരിക്കും, നല്ല സ്മെല്ലോട് കൂടിയതായിരിക്കും, ഫ്രാഗ്രൻ്റ് ആയിരിക്കും ആൻഡ് റിച്ച് ഇൻ നെക്ടർ. നെക്ടർ മീൻസ് അവിടെ ഹണി പ്രസൻ്റ് ആയിരിക്കും. ഒരു ഷുഗർ റിച്ച് ലിക്വിഡാണിത്, ഹണിയല്ല, ഷുഗർ റിച്ച് ലിക്വിഡാണ്, നമ്മൾ കോമൺലി ഹണി എന്ന് പറയും. നെക്ടർ ഈസ് എ ഷുഗർ റിച്ച് ലിക്വിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഇൻ ഗ്ലാൻസ് കോൾഡ് നെക്ടറീസ് ഓർ നെക്ടറൈൻസ്. നെക്ടറീസ് അല്ലെങ്കിൽ നെക്ടറൈൻസ് എന്നാണ് പറയുന്നത്. ഈ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസിനെ എയ്തർ വിത്തിൻ ദ ഫ്ലവേഴ്സ് വിച്ച് ഇറ്റ് അട്രാക്ട്സ് പോളിനേറ്റിംഗ് ആനിമൽസ്. പോളിനേറ്റ് ചെയ്യുന്ന, അതായത് ഇൻസെക്ട്സ്, ബീസ്, അതുവഴിയൊക്കെ ഇൻസെക്ട്സ് പോളിനേറ്റ് ചെയ്യുമ്പോൾ അതിനവിടെ ഒരു ഒരു അഡാപ്റ്റീവ് ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ നെക്ടർ പ്രൊഡക്ഷൻ. ദെൻ ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ് ടു മേക്ക് ദം കോൺസ്പീഷ്യസ്. ഇവിടെ ഫ്ലവേഴ്സ് ഒരു ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്യും, മേക്ക് ദം കോൺസ്പീക്കസ്. ദെൻ ദ ഫ്ലവേഴ്സ് പോളിനേറ്റഡ് ബൈ ഫ്ലൈസ് ആൻഡ് ബീറ്റേഴ്സ് സെക്രീറ്റ് ഫോൾ ഓർഡേഴ്സ് ടു അട്രാക്ട് ദീസ് ആനിമൽസ്. ഇനി ഫ്ലൈസും ബീറ്റേഴ്സും പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? ഫൗൾ ഓർഡേഴ്സാണ്. ഒരു ഫൗൾ സ്മെല്ല് സെക്രീറ്റ് ചെയ്യും ഫോർ ടു അട്രാക്ട് ദീസ് ആനിമൽസ്. ഇതിനെല്ലാം ഈ ഫ്ലവറിന് അടുത്തോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൗൾ സ്മെല്ല് അത് ക്രിയേറ്റ് ചെയ്യും. ദെൻ നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ് ആർ യൂഷ്വൽ ഫ്ലോറൽ റിവാർഡ്സ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം, ഈ ആനിമൽസ് എല്ലാം പോളിനേഷൻ നടത്തുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പോളിനേഷൻ നടത്തുമ്പോൾ അതിന് കിട്ടുന്ന കുറച്ച് റിവാർഡ്സ് ആണ്, ഇപ്പോൾ ഫ്ലോറൽ റിവാർഡ്സ് ആണ് ഈ നെക്ടറും പോളൻ ഗ്രെയിൻസും ഒക്കെ. കോമൺലി നമ്മുടെ ബീസിനൊക്കെ, ബീസിനൊക്കെ ഹണി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കിട്ടുന്ന കുറച്ച് റിവാർഡ്സ് ആണ് നെക്ടേഴ്സ് ആൻഡ് പോളൻ ഗ്രെയിൻസ്. ഇൻ സം സ്പീഷീസ് ഫ്ലോറൽ റിവാർഡ്സ് ആർ ഇൻ പ്രൊവൈഡിങ് സേഫ് പ്ലേസസ് ടു ലേ എഗ്സ്. ഇനി ചില സ്പീഷീസുകളിൽ ഫ്ലോറൽ റിവാർഡ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? സേഫ് പ്ലേസസ് ടു ലേ എഗ്സ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അമോർഫോഫാലസ് ഈസ് ദ ടോൾ ഫ്ലവർ. വളരെ ടോൾ ആയിട്ടുള്ള ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അമോർഫോഫാലസ്. ഇതിൻ്റെ ഫ്ലവറിന് അബൌട്ട് 6 feet ഇൻ ഹൈറ്റ് ഉണ്ടാവും. Then, a species of moth and the yucca plant cannot complete their life cycle without each other. ഇതുപോലെ ഈ അമോർഫോഫാലസ് പോലെ തന്നെ അതിൻ്റെ സെയിം റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു പ്ലാന്റാണ് യൂക്കയും ഒരു സ്പീഷീസ് ഓഫ് മോത്തും. ഈ മോത്തും യൂക്കയും അത് രണ്ടും ഇല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. The moth deposits its egg in the locule of the ovary and the flower in turn gets pollinated by the moth. ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓവറിയുടെ ലോക്യൂൾ എന്താണെന്നൊക്കെ നമ്മൾ ഓവറിയുടെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഓവറിയുടെ ലോക്യൂളിനകത്ത് മോത്ത് എന്ത് ചെയ്യുന്നു? എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിൻ്റെ എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കും? ഈ മോത്ത് പോളിനേഷൻ നടത്തും. UK നിന്ന് പോളൻ ഗ്രെയിൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്നു മറ്റൊരിടത്തേക്ക്. ഇവിടെ എഗ്ഗ് ലേ ചെയ്തതിന് ശേഷം അത് പോളിനേഷനും നടത്തുന്നു. അപ്പോൾ പോളിനേഷന് ഹെൽപ്പ് ചെയ്യും. ദെൻ ലാർവേ ഓഫ് ദ മോത്ത് കം ഔട്ട് ഓഫ് ദിസ് എഗ്സ് ആസ് ദ സീഡ് സ്റ്റാർട്ട് ഡെവലപ്പിംഗ്. ഈ എഗ്ഗെല്ലാം മെച്ചുറായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലാർവേ പുറത്തു വരുന്നു. പിന്നെ അവിടെ എന്ത് ചെയ്യും? സീഡ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഓൾറെഡി അവിടെ പോളിനേഷൻ നടത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ ലാർവേ പുറത്തു വരുന്ന ആ സമയം കൊണ്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡ് ഡെവലപ്പ് ചെയ്യുന്നു. Many insects may consume pollen or the nectar without bringing about pollination are called pollen or nectar robbers. ഇനി ചില ഇൻസെക്ട്സ് നെക്ടറിനെയും പോളിനേഷൻ നടത്താതെ അതിനെ കൺസ്യൂം ചെയ്യുമ്പോൾ അതിനെ പോളൻ ഓർ നെക്ടർ റോബേഴ്സ് എന്ന് വിളിക്കും. ബിക്കോസ് ഇത് ആക്ച്വലി പോളനെയോ നെക്ടറിനെയോ കഴിക്കാൻ വേണ്ടിയിട്ട്, അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കാം ഈ
ഫ്ലവേഴ്സിൽ അതിൻ്റെ ശരീരത്തിൽ നമ്മുടെ ഈ പോളൻ ഗ്രെയിൻസോ റീപ്രൊഡക്റ്റീവ് പാർട്സൊക്കെ ഫ്ലവേഴ്സിൻ്റെ ഈ പാർട്സ് പറ്റിപ്പിടിച്ചിരുന്നിട്ട് അത് മറ്റൊരു ഫ്ലവറിലോട്ട് പോകുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, ഈ പോളൻ ഗ്രെയിൻസ്, ഇതിൻ്റെ ബോഡിയിലുള്ള ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ ആ ഫ്ലവറിലോട്ട് വീണ് അങ്ങനെ പോളിനേഷൻ അവിടെ നടക്കുന്നു. ഇതിനെ പോളൻ ഓർ നെക്ടർ റോബേഴ്സ് എന്ന് വിളിക്കുന്നു. ദെൻ ഇതാണ് ജസ്റ്റ് ഒരു നെക്ടറിയും നെക്ടേഴ്സിൻ്റെയും പിക്ചർ കാണിക്കുന്ന ഒരു പിക്ചറാണിത്. ദെൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.